ഹായ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ കാണുന്ന വണ്ടിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഓസ്റ്റൻ റേസിങ്ങിൻ്റെ എക്സോസ്റ്റ് രണ്ടെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെൻഡ് വൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ R15 കിറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ഫ്ലെയിം കൂടി ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് വരാന്ന് വെച്ചാൽ കുറച്ചുകൂടി കാണാൻ രസമുണ്ടാവില്ലേ. അപ്പോൾ നമ്മളിതിൽ ഒരു ഫ്ലെയിം കിറ്റ് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നോർമലി നമുക്ക് ഫ്ലെയിം കിറ്റ് ചെയ്യുമ്പോൾ കാർബറേറ്റർ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന കറണ്ട്, അതായത് കോയിലിലേക്ക് വരുന്ന കറണ്ട് കട്ട് ഓഫ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഫ്ലെയിം കിട്ടും. അതേപോലെ തന്നെ വേറെ മെത്തേഡുള്ളത് ഈ ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടിയാണെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈസി മിററൊക്കെ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു ഫ്ലെയിം ഒരു കിറ്റ് തന്നെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് യൂണിറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാണ്ട് എക്സ്ട്രാ ഗ്യാസോ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നോർമൽ പെട്രോൾ ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് കൂടുതലായതുകൊണ്ട് സെപ്പറേറ്റ് ഒരു ഗ്യാസ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്യാസ് ബ്യൂട്ടേൻ്റെ ഗ്യാസാണ്. ഏകദേശം 400 ml വരുന്ന ബ്യൂട്ടേൻ ഗ്യാസിൻ്റെ സിലിണ്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി ബ്രേസിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഗ്യാസിൻ്റെ സിലിണ്ടർ അത് ഏകദേശം ഒരു 140-145 രൂപ MRP വരുന്നുണ്ട്. നോർമലി 110 രൂപ മുതൽ കിട്ടും. ഇത് വേറൊരു ബ്രാൻഡിലാണ്. അത് കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഗ്യാസ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഇതുപോലെ ഒരു നോബ് വേണം. അപ്പോൾ ഗ്യാസ് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഒരു ബ്രേസിങ് ടോർച്ച് അല്ലെങ്കിൽ ഒരു ബ്ലോ ലാമ്പിൻ്റെ ടോർച്ചാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അതൊരു നൈലോൺ ട്യൂബായിട്ട് ഒരു ബാക്കിയുള്ള ഇതിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓസായിട്ടൊക്കെ നമ്മൾ ബന്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിലൂടെ ഒരു സോളിനോടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതിലൂടെ പോയിട്ട് എക്സോസ്റ്റ് വെൻ്റ് പൈപ്പിൽ ഇങ്ങനെ കടത്തി വിട്ട് നമ്മൾ ഇഗ്നേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഇതിൻ്റെ ഒരു പൊതുവെയുള്ള സിസ്റ്റം. അത് നമ്മൾ വർക്ക് ചെയ്യാനുള്ള സോളിനോടാണിത്. അതായത് ഗ്യാസിൻ്റെ ഫ്ലോ നമ്മൾ സ്വിച്ച് ചെയ്യുമ്പോൾ, അതായത് നമ്മളിതിന് സെപ്പറേറ്റ് സ്വിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ആ സ്വിച്ച് ഞെക്കുമ്പോൾ മാത്രം ഫ്ലെയിം വരുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫ്ലെയിമിനെ കത്തിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു സ്പാർക്ക് പ്ലഗും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോയിലും കാര്യങ്ങളാണ്. ഇത് നമ്മളായിട്ട് ഉണ്ടാക്കിയൊരു മൊഡ്യൂളാണ്. അപ്പോൾ ഈ മൊഡ്യൂളാണ് ഈ സ്പാർക്ക് ഉണ്ടാക്കാനായിട്ടുള്ള പൾസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതൊക്കെ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വരികയാണെങ്കിൽ ഒരു സ്പാർക്ക് പ്ലഗും നമ്മൾ ഈ സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ തൊട്ടിപ്പുറത്തെ എക്സോസ്റ്റിന് സെപ്പറേറ്റ് പ്ലഗിൻ്റെ ആവശ്യമുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഈ ഒരു കോയിൽ റോയൽ എൻഫീൽഡിൻ്റെ ഓൾഡ് മോഡൽ ബൈക്കിൽ വന്നിരുന്ന ഒരു കോയിലാണ്. ഇതിൽ ഒരു പോസിറ്റീവ് ടെർമിനലും ഒരു നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. അതേപോലെ തന്നെ ഏകദേശം ഒരു 500-600 രൂപയോളം വില ഉണ്ട്. അത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലൊരു കപ്പാസിറ്റർ അല്ലെങ്കിൽ കണ്ടൻസർ എന്നൊക്കെ പറയും, അതൊന്ന് ഇതിൻ്റെ മുകളിൽ എക്സ്ട്രാ ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ സ്പാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സ്പാർക്കും കാര്യങ്ങളും കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഗ്യാസ് നേരത്തെ പറഞ്ഞു, ഗ്യാസ് നമുക്ക് കൊടുക്കാം. പിന്നെ ഈ കാണുന്ന ബെൻഡ് വൈപ്പും കാര്യങ്ങളൊക്കെ ഡ്യുവൽ എക്സോസ്റ്റിനായിട്ട് കസ്റ്റമൈസ് ചെയ്തെടുത്താണ്. അപ്പോൾ നമ്മൾ ഇത് പുറത്തുനിന്ന് മേടിച്ചാണ്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ചെറിയ ഷേപ്പിലും കാര്യങ്ങളൊക്കെ ചെറിയ മാറ്റം വരുത്തി. ഇത് നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാനുള്ളതാണ്. ഇത് പൊതുവേ ഈ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഊരി വെക്കണം എന്നാണ് പറയുക. അല്ലാന്നുണ്ടെങ്കിൽ ആ നോസിൽ കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ വരുന്ന മഞ്ഞ ട്യൂബാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് കറൂടായിട്ട് ഇങ്ങനെ ബെൻഡാക്കി വെച്ചതിന് കാരണം എന്താ വെച്ചാൽ ഈ എക്സോസ്റ്റിനുള്ള ചൂടടിച്ചിട്ട് ഇപ്പോൾ നമ്മളെ മറ്റുള്ള ട്യൂബൊക്കെ പ്ലാസ്റ്റിക് ആണല്ലോ, അപ്പോൾ അതിനൊരു ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചൂടൊക്കെ വണ്ടി ഓടുന്ന സമയത്ത് ഒന്ന് ചൂടാറിക്കോട്ടെ എന്നുള്ള ഇതിലാണ് ചെയ്തത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു വണ്ടി 100-200 കിലോമീറ്റർ നമ്മൾ ചെയ്തതിന് ശേഷം ഓടി, ഡാമേജും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിനുള്ളിൽ സ്പാർക്ക് പ്ലഗിൻ്റെ തന്നെ എഡ്ജിന് കാണാൻ പറ്റുന്നറിയില്ല. പ്ലഗ് വേണമല്ലോ. ഈ പ്ലഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ കണ്ടോ ആ കോയിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൊഡ്യൂൾ. ആ മൊഡ്യൂൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇത് വേണം, എന്നാലേ നമുക്ക് കറണ്ടും കാര്യങ്ങളും കിട്ടും. നമ്മൾ ഇതേപോലെ തന്നെ ഒരു സ്വിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന സ്വിച്ചാണത്. ഈ സ്വിച്ച് പ്രസ് ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ മൊഡ്യൂൾ ട്രിഗർ ആവുള്ളൂ. അപ്പോൾ ട്രിഗർ ആവുന്ന കാണിച്ചു തരാം. കണ്ടോ, മൊഡ്യൂളിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വർക്ക് ചെയ്യണ സമയത്ത് ആ ഒരു പൾസ് എങ്ങനെ ട്രിഗർ ആണെന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. നമ്മൾ സ്വിച്ചിൽ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ സമയം തന്നെ ആ സോളിനോടും വർക്ക് ചെയ്യും. അപ്പോൾ തന്നെ ഗ്യാസ് റിലീസ് ആവുകയും ചെയ്യും. അതേ സമയം തന്നെ സ്പാർക്ക് ഉണ്ടാവും.
നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനുള്ളിൽ സ്പാർക്ക് വരുന്നത് കാണാം. സ്പാർക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല, ചെറുതായിട്ട് സ്പാർക്ക് കാണാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്ലെയിം കിറ്റ്. അപ്പോൾ നമ്മുടെ ഫ്ലെയിം കിറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.